ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ് VWalk മെഡിക്കൽ ആപ്പ് നഴ്സിംഗ് ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. ഷൊർണൂർ പ്രാങ്ങാലിയിലെ ഭഗവതി കുന്നിൽ പഞ്ചപ്രാകാരങ്ങളോട് കൂടിയ ഗായത്രി ക്ഷേത്ര സമുച്ചയത്തിന് ഷഡാധാര പ്രതിഷ്ഠയോടെ തുടക്കമായി. ഭാരതപ്പുഴയുടെ തീരത്ത് ഗായത്രി ഗുരുകുലം സ്ഥാപിക്കുന്ന ഈ ക്ഷേത്രം ലോകത്തിലെ തന്നെ ആദ്യത്തെ സംരംഭമാണ്. കേരളത്തിലെ പഞ്ചപ്രാകാരങ്ങളോട് കൂടിയ ആദ്യ ഗായത്രി ക്ഷേത്ര സമുച്ചയം ഭാരതപ്പുഴയുടെ തീരത്തൊരുങ്ങുന്നു. ഷൊർണൂർ ത്രാങ്ങാലിയിലെ ഭഗവതി കുന്നിൽ ഗായത്രി ഗുരുകുലം സ്ഥാപിക്കുന്ന ഗായത്രി ശക്തി പീഠത്തിന്റെ നിർമ്മാണത്തിനാണ് ഷഡാധാര പ്രതിഷ്ഠയോടെ തുടക്കമായത്. പ്രതിഷ്ഠാ ദിനത്തിൽ ഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം എന്നിവ നടന്നു. ഗുരുകുലത്തിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഏകാദശ രുദ്രജപവും ചടങ്ങുകൾക്ക് മാറ്റുകൂട്ടി. ക്ഷേത്രം തന്ത്രി ഏലമ്പാടി നാരായണ നമ്പൂതിരി പ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ അനുഗ്രഹ ഭാഷണം നടത്തിയ ജൂണ അഖാഡ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി ലോകത്താദ്യമായാണ് ഷഡാധാര പ്രതിഷ്ഠയോടുകൂടിയ ഗായത്രി ക്ഷേത്രം നിർമ്മിക്കുന്നതെന്ന് വ്യക്തമാക്കി. ഗായത്രിയുടെ അതിൻ്റെ പൂർണ്ണഭാവത്തിലുള്ള പഞ്ചമുഖ ഗായത്രിയുടെ ആദ്യത്തെ ഷഡാധാര പ്രതിഷ്ഠ ഈ മഹാസംസ്കൃതിയുടെ മണ്ണിൽ ഇവിടെ നടന്നിരിക്കുകയാണ്. പ്രണവത്തെ മൂലമായി കണ്ടുകൊണ്ട് അതിൻ്റെ ആദ്യത്തെ വിസ്താരമാണ് ഗായത്രി എന്ന മഹാമന്ത്രം. അതിൽ നിന്നാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ പ്രമാണമായിട്ടുള്ള ശ്രുതി വേദം വിസ്തരിക്കുന്നത്. ചൊല്ലുന്നത് കൊണ്ട് തന്നെ നമ്മെ രക്ഷിക്കുന്ന മഹാമന്ത്രമാണ് ഗായത്രി. നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഏകുന്നതോടൊപ്പം തന്നെ ഗായത്രി എന്ന മഹാമന്ത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ എല്ലാ പാപങ്ങൾക്കുമുള്ള പ്രായശ്ചിത്തം കൂടിയായി ഗായത്രിയുടെ ഉപാസന മാറുന്നു എന്നുള്ളതാണ്. 2 തലത്തിലും എല്ലാ പ്രായശ്ചിത്തവും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ആശ്രയിക്കുന്നത് ഗായത്രി എന്ന മഹാമന്ത്രത്തെയാണ്. പ്രണവത്തിന്റെ വിസ്താരമായ ഗായത്രിയിൽ നിന്നാണ് വേദങ്ങൾ ആവിർഭവിച്ചതെന്നും ഭാരതപ്പുഴയുടെ തീരത്തെ പ്രതിഷ്ഠ പ്രകൃതിയുടെ നിയോഗമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗുരുകുലമാചാര്യൻ അരുൺ പ്രഭാകർ, വേദമൂർത്തി ശശാങ്കടി എന്നിവരുടെ നിവേദ പാരായണവും നടന്നു. തെക്കേ മഠം മാനേജർ വടക്കുംപാട്ട് നാരായണൻ ഉൾപ്പെടെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് CCV.